പുളിയറുമ്പ് മെല്ലെ മെല്ലെ ശരീരത്തിൽ കയറിക്കോളും. പിന്നെ കളപ്പക്കൂട്ടിലെ നായ്ക്കട്ടപ്പൊടി ഇത് മതിയോ? ആ ഇട്ടോ ഇട്ടോ ഇന്നോ ഇട്ടോ. വരുന്നു വരുന്നു. നോം സന്തുഷ്ടനായി. എല്ലാ യജമാന്റെ സംതൃപ്തി. ഇത്ര വലിയൊരു വരവേൽപ്പ് നോം പ്രതീക്ഷിച്ചതേയില്ല. എല്ലാ യജമാനന്റെ ദയ. ആവട്ടെ ആവട്ടെ. മതി, വാതിലടയ്ക്കണ്ട, ആരും വരില്ല കേട്ടോ. എന്താ യജമാൻ? ഒരു ചൊറിച്ചിലുണ്ട്. എന്തോ പറ്റി, എന്തോ അതെ, അരക്കള്ളൻ തന്നെ. പാവപ്പെട്ട പെൺകുട്ടികളുടെ മടിക്കുത്തഴിച്ചതിന് ഇതിരിക്കട്ടെ. വല്യമ്പ്രാനെ കൊല്ലാൻ ശ്രമിച്ചതിലും മാല മോഷ്ടിച്ചതിനും രണ്ടെണ്ണം കൂടെ കൂടെ. സത്യം പറയുന്ന നല്ലത്. പറശ്ശിനിക്കട മുത്തപ്രാണ സത്യം ഞാൻ വിടൂല. നിങ്ങളെന്നെ പണം എടുത്തോന്നു. കൈതച്ചക്ക വാങ്ങാൻ വേണ്ടി വെച്ച പണം നിങ്ങൾ എടുത്തോന്നു. ആ സ്ത്രീയെ ഓർക്കുന്നുണ്ട്? ആ ഓർക്കുന്നു. നാം അന്ന് പാവങ്ങൾക്ക് അന്നദാനം ചെയ്തുകൊണ്ടിരുന്ന. അതെ 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 അതെ, അതേ സ്ത്രീ തന്നെ. ഒരു അയാൾ പറഞ്ഞത് ശരിയാണോ? ഞാൻ കക്കില്ല. എന്റെ കുഞ്ഞുങ്ങളെ ആരാണ് കട്ടത്? അതാ എന്റെ മക്കൾ കരയുന്ന. ഇതാണോ അയാളുടെ പണക്കിഴി? അതെ അതെ, എന്റെ മുത്തപ്പ, എന്റെ പറശ്ശിനിക്ക മുത്തപ്പ. അയ്യോ, അമ്മ പോയിക്കോളണം. നിങ്ങൾ വരും. ആ മുറിയിലേക്ക് പോകുന്നവരെ കണ്ടോ? കൂടെ ഉള്ളതാണ് വേളിമല മൂപ്പന്റെ മകൾ അല്ലി. എല്ലാരും ഈ സത്രത്തിൽ തന്നെ വന്ന് കൂടുന്നുണ്ടല്ലോ. വരൂ. കൂടുതൽ പറയിക്കരുത്. ഈ അധികാരപത്രത്തിൽ ഒപ്പുചാർത്തി രാജമുദ്ര വയ്ക്കുന്നതാണ് നല്ലത്. ദ്രോഹി, നിന്റെ ഉടപ്പിറന്നവൾ ഇവിടെ ഇല്ലാതെ പോയല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതിന്റെ ബുദ്ധിയല്ലേ ഇത്? എന്തെന്ത് വിക്രയങ്ങളെല്ലാം അതിനെ ഇനി ചെയ്തു കൂട്ടി. എന്നെ വലിയ അമ്പരാനായി വായിക്കാൻ ഇത്ര മടിയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവകാശം ഞാൻ തന്നെയല്ലേ? ശരിയാണ്. ഇതിൽ പരമ ശരിയില്ല. ചുമ്മാ മുദ്രകൾ ചാർത്തിക്കോളൂ. കുലദ്രോഹികളെ, രാജ്യദ്രോഹികളെ, സാധ്യമല്ല. പോകൂ, എന്റെ നാട് മുടിക്കേ. നാട്ടുകാരെ മാത്രം തിരി. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചേ അടങ്ങൂ എന്നാണ്. ആരെവിടെ? എന്റെ ചുറ്റുമുറിയെ കഴിയന്മാരെ കൽത്തുണ്ട് കളയ്ക്കും. എന്റെ കൽപ്പന കേട്ടില്ലേ? മുടിച്ചു നിൽക്കുന്നോ ഈ ചതിയന്മാരെ? നമ്മുടെ പൊന്നു തിരുമേനിക്ക് പ്രായമേറെ ചെന്നു. അതുകൊണ്ട് നീണ്ട വിശ്രമം ആവശ്യമാണ്. അതിന് പറ്റിയ സ്ഥലം ഇരുമ്പഴികൾക്കകമാണ്. പിന്നെ ആരവിടെ? പിടിച്ചുകൊണ്ട് പോകൂ. പിടി പിടി ഈ പാത്രം നിറച്ച് വെള്ളമാണ്. ഇത് ഞാൻ ഈ ഉറിയിൽ കെട്ടി തൂക്കിയിട്ട് അതിന്റെ അടിയിൽ കിടന്നുറങ്ങാൻ പോവാണ്. വെള്ളം തുളുമ്പാതെ ആർക്കും ഇതിൽ നിന്നും ഈ മാല എടുക്കാൻ സാധ്യമല്ല. ഇനി ഒരക്കള്ളനും ഇതെടുക്കാൻ സാധ്യമല്ല.
ഇതെന്തൊക്കെയാ ഈ അർദ്ധരാത്രി കാണിക്കുന്നത്?
കിഴവച്ചാരെ, താൻ ഇനിയും എന്നെ വലിയ തമ്പുരാനായി വായിക്കാൻ സമ്മതിക്കില്ല അല്ലേ? രാജ്യദ്രോഹി, ഈ ശരീരത്തിൽ ശ്വാസമുള്ളിടത്തോളം കാലം നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഫൂ, ഛേ, ഇനിയും വിഷപ്പന്റെ പോയില്ല. ദേവി, അമ്മേ, അമ്മേ. കലാകാരന്മാർ മുന്നോട്ട് വരട്ടെ. സാധാരണമായ കലോത്സവം കണ്ണും കാതും കരളും കുളിർത്തു. സുന്ദരികളായ യുവതികളെ, നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. സ്വയം മറന്ന് സുരരാഗ് സുധയിൽ ആറാടിച്ച ഗായകരെ, പറയൂ, ഈ സുദിനത്തിൽ നിങ്ങൾക്ക് നാം എന്താണ് സമ്മാനമായി നൽകേണ്ടത്? പറയൂ സംഗീത സാമ്രാജ്യം. പൊന്ന് തിരുമേനി, നീണാൾ വാഴട്ടെ. ഈ തിരുമനസിലെ സ്നേഹവും ദൈവമല്ലാതെ മറ്റൊന്നും ഈ ഉള്ളവന് വേണ്ട. ഈ ശരീരം ഞാനൊന്ന് കെട്ടിപ്പുടരട്ടെ. ഗാനഗന്ധർവ, സംഗീത സാർവഭൗമ, പറയൂ, നാം എന്താണ് സമ്മാനമായി നൽകേണ്ടത്? പറയൂ, ഒട്ടും മടിക്കേണ്ട. വലിയ തമ്പുരാനെ, സംഗീത ഉദ്ധാരക, കല ആരാധക, ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെക്ക് വാഗ്ദാനം ചെയ്താൽ. തീർച്ചയായും വാഗ്ദാനം ചെയ്യും. പറയൂ, എന്താണ് വേണ്ടത്? വിലമതിക്കാനാവാത്ത രത്നങ്ങളാണോ വേണ്ടത്? ചെറിയ ഒരു അപേക്ഷയും ആഗ്രഹവുമാണ്. വശ്യ സംഗീതമൊഴുക്കിയ എന്റെ ആ സ്നേഹിതന്റെ തമ്പുരു അങ്ങനെ വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ. ഗായകോത്തമ, സംഗീതം നിറഞ്ഞ ഒരു ആത്മാവിന്റെ ആവശ്യം അങ്ങ് കേട്ടില്ലേ? ആ തമ്പുരു അങ്ങ് കൊടുത്തേക്കൂ. തരൂ സ്നേഹിത, തന്നെ അനുഗ്രഹിക്കൂ. പ്രഭോ, എന്റെ എല്ലാമാണ് ഈ തമ്പുരു, എന്റെ പ്രാണനാണ്. ഞാനത് കൊടുക്കില്ല, ക്ഷമിക്കണം. ഇതിലും വിലപിടിപ്പുള്ള, ഇതിലും മെച്ചപ്പെട്ട തമ്പുരു നാം നൽകാം. അദ്ദേഹം ആശിച്ചു പോയതല്ലേ, അറിഞ്ഞങ്ങ് കൊടുത്തേക്ക്. എനിക്കായി അങ്ങ് വാഗ്ദാനം ചെയ്ത തമ്പുരു അദ്ദേഹത്തിന് നൽകിക്കൂടെ? മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒന്നുകിൽ എല്ലാം തികഞ്ഞ പൊന്നു തമ്പുരാൻ വാക്ക് പാലിക്കുക, അല്ലെങ്കിൽ എന്റെ ജീവൻ പോയാലും ഞാൻ ഈ തമ്പുരു തരില്ല. നമ്മുടെ നിലയെ മാനിച്ചെങ്കിലും നാം കൊടുത്ത വാക്ക് പാലിക്കാനായെങ്കിലും ആ തമ്പുരു ഈ വിദ്വാന് കൊടുക്കൂ. ഇത് ഒരു കൽപ്പനയാണെന്ന് പറയാൻ നമുക്ക് വിഷമമുണ്ട്. അത് വാങ്ങിയാലും സന്തോഷം സന്തോഷം. വാഴത്തേക്കുള്ള മുഹൂർത്തം അടുക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം. മാല, മാല, തിരുമനസി, അവിടുത്തെ മാല. മാല എവിടെ പോയി? വിട്ടി കണ്ടപ്പ, പൊന്നു തമ്പുരാന്റെ സിംഹാസനത്തിലിരിക്കാൻ നീ യോഗ്യനല്ല. നിനക്കതിന് അർഹതയില്ല, അരക്കള്ളൻ. അയ്യോ, എവിടെ? മാലയും കിരീടം അവിടെ പോയി പിടിക്കുന്ന അരക്കള്ളനെ, ബുദ്ധിയില്ലാത്ത